ഹായ് എല്ലാവർക്കും സ്വാഗതം. ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ആ പ്രശ്നത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കും, അതിൽ തന്നെ ശ്രദ്ധിക്കും, അല്ലേ? പക്ഷേ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു പുതിയ വഴി നോക്കാൻ പോവാണ്. ഒരു ബന്ധത്തെ ഉള്ളിൽ നിന്നല്ല, പുറത്തുനിന്ന് എങ്ങനെ ശരിയാക്കിയെടുക്കാമെന്ന്. കേൾക്കുമ്പോൾ ഒരുമാതിരി എന്താണിത് എന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെപ്പോഴും ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നം തീർക്കാൻ നോക്കുമ്പോൾ ആ രണ്ടു പേരെ മാത്രം ഫോക്കസ് ചെയ്യും. പക്ഷേ യഥാർത്ഥ പരിഹാരം അതിനു പുറത്താണെങ്കിലോ? വാ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങളൊക്കെ പലപ്പോഴും ഒരു വഴിമുട്ടി നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ്, അതായത് അടിസ്ഥാന കാരണം ഒന്നു തന്നെയാണ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കണ്ടോ, മിക്ക വഴക്കുകളും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എനിക്കെന്ത് കിട്ടണം? എൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? എന്നെ എത്രത്തോളം വേദനിപ്പിച്ചു? ഇങ്ങനെ രണ്ടുപേരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെന്താവും? സ്വാഭാവികമായും ആ ബന്ധത്തിൽ ഒരു വിള്ളല് വരും. ഈ അവസ്ഥയാണ് സ്നേഹത്തെ ഒരു ക്ലോസ്ഡ് എനർജി ലൂപ്പ് അല്ലെങ്കിൽ അടഞ്ഞ ഊർജ്ജ വലയം എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ, ആ ബന്ധത്തിലുള്ള എനർജി മുഴുവൻ എന്തിനാ ഉപയോഗിക്കുന്നത്? പരസ്പരം വഴക്കിടാൻ, കുറ്റപ്പെടുത്താൻ. വേറെ ഒന്നിനും ആ എനർജി ബാക്കിയില്ല. പുതിയതായി ഒന്നും ഉണ്ടാകുന്നില്ല. സ്നേഹം വളരുന്നുമില്ല. ആ എനർജി അവിടെ കിടന്നിങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ആ വീടിൻ്റെ മൊത്തം അന്തരീക്ഷം തന്നെ ഒരുമാതിരി ഭാരമുള്ള, ഒരു നെഗറ്റീവ് ഫീലുള്ളതായി മാറും. ഈയൊരു അവസ്ഥയാണ് ഈ ആശയത്തിൻ്റെ ഉറവിടത്തിൽ ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമല്ലേ? ചില വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നില്ലേ? അതുതന്നെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ അടഞ്ഞ ഊർജ്ജവലയം എങ്ങനെ പൊട്ടിക്കും? ആ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റാം? വഴക്കിടാൻ ഉപയോഗിക്കുന്ന അതേ എനർജി വെച്ച് പുതിയതും നല്ലതുമായ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാലോ? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം അത് വളരെ സിമ്പിളാണ്, പക്ഷെ അത്രയേറെ പവർഫുള്ളുമാണ്. ഇത് വെറുമൊരു അഡ്ജസ്റ്റ്മെന്റോ ഒത്തുതീർപ്പോ ഒന്നുമല്ല, മറിച്ച് ബന്ധങ്ങളുടെ അടിസ്ഥാന നിയമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പഴയ തത്വത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. എന്തൊരു മനോഹരമായ ഉപമയാണല്ലേ! പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ പറഞ്ഞതുപോലെ, സേവനം ആത്മാവിലെ കറകളെ കഴുകിക്കളയുന്ന സോപ്പാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈഗോ, ദേഷ്യം, സങ്കടം ഇതൊക്കെ കഴുകിക്കളയാൻ സേവനത്തിന് കഴിയും. ഈ ഒരൊറ്റ ആശയം ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ കാതൽ. ഇപ്പം നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. എപ്പോഴാണോ ഒരു ദമ്പതികൾ അവരുടെ ശ്രദ്ധ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും മാറ്റി അവർക്ക് രണ്ടുപേർക്കും പുറത്തുള്ളൊരു കാര്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, അപ്പം തന്നെ അവരുടെ ഉള്ളിലെ വഴക്കുകൾ ഇല്ലാതാവും. ആ കാര്യം എന്തുവാകാം. ചിലപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നതാകാം, അല്ലെങ്കിൽ ചുറ്റുപാട് വൃത്തിയാക്കുന്നതാകാം. എന്തായാലും പരസ്പരം പോരടിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ എനർജി ഇപ്പോൾ ഒരുമിച്ച് നല്ലത് ചെയ്യാനായി ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെ ജീവിതത്തിൽ ചെയ്യും, അല്ലേ? അതാണ് അടുത്ത പോയിന്റ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് നോക്കാം. ഈ പങ്കുവെച്ച ദൗത്യമെന്ന് പറയുമ്പോൾ വലിയ ലോകം നന്നാക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് പേടിക്കേണ്ട. വളരെ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ മതി. ഇതുപോലെ ഒരുമിച്ച് കുറച്ച് പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു മരം നടുന്നത്, ഇതൊക്കെ ഒരു ദൗത്യമാണ്. ഏറ്റവും പ്രധാനം ഒരൊറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു. ഇത് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. സ്റ്റെപ്പ് 1: നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ദൗത്യം കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2: എല്ലാ ദിവസവും ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞാലും മതി ഇതിനായിട്ട് മാറ്റിവെക്കുക. ആൻഡ് സ്റ്റെപ്പ് 3: ആ സമയം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ആ ദൗത്യത്തിലായിരിക്കണം. നമ്മൾ രണ്ടുപേരും ചേർന്ന് മറ്റൊരാളുടെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണല്ലോ എന്ന ചിന്ത മാത്രം മതി. ഈയൊരു ചെറിയ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഡിഫറൻസ് കണ്ടോ? ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ പരസ്പരം എതിരാളികളെപ്പോലെ ആയിരുന്നിരിക്കാം. എന്നാൽ ഒരുമിച്ച് സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരേ ടീമിലെ സഹപോരാളികളായി മാറുന്നു. കുറ്റപ്പെടുത്തൽ മാറി ടീം വർക്ക് വരുന്നു. വഴക്കിന്റെ സ്ഥാനത്ത് ഒരുമ വരുന്നു. ഈയൊരു ചെറിയ ശീലം ഇത് നിങ്ങളുടെ ബന്ധത്തിലുണ്ടാക്കുന്ന മാറ്റം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഇത് വെറുതെ വഴക്ക് കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനൊക്കെ അപ്പുറം നിങ്ങളുടെ ബന്ധത്തെ ആഴത്തിൽ ഹീൽ ചെയ്യുകയാണ്, സുഖപ്പെടുത്തുകയാണ്. നിങ്ങളിങ്ങനെ ഒരുമിച്ച് സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കു ചുറ്റും ഒരു പങ്കുവെച്ച പ്രഭാവലയം അല്ലെങ്കിൽ ഒരു ഷെയർഡ് കോറയുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും പോസിറ്റീവ് എനർജി ഒന്നായി ചേർന്ന് രൂപപ്പെടുന്ന ഒരു ഊർജ്ജവലയം. ഈ എനർജി ഫീൽഡ് നിങ്ങളുടെ ബന്ധത്തിന് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെ, ഒരു കവചം പോലെ പ്രവർത്തിക്കും. അതിനെ കൂടുതൽ ശക്തമാക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ അവസാനത്തെ ടേക്കവേ എന്താണ്? വളരെ സിമ്പിൾ. ഒരുമിച്ച് സേവിക്കുന്ന ദമ്പതികൾ ഒരുമിച്ചു നിലനിൽക്കും. അവർക്ക് അത്ര പെട്ടെന്നൊന്നും പിരിയാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നോ?
കാരണം അവരുടെ ബന്ധം എനിക്കെന്ത് കിട്ടും എന്നതിലല്ല നിൽക്കുന്നത്, മറിച്ച് നമുക്കൊരുമിച്ച് എന്ത് കൊടുക്കാൻ കഴിയും എന്ന വലിയൊരു ലക്ഷ്യവുമായി അത് കണക്റ്റഡാണ്. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ബന്ധത്തിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ പുറത്തേക്ക് നോക്കുക. നിങ്ങൾ പുറത്തുള്ള ലോകത്തിനു വേണ്ടി ഒരുമിച്ച് എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ താലെ ഉണങ്ങാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ, പുറമേയുള്ള സേവനം ഒരു ആന്തരിക രോഗശാന്തിയാണ്. അപ്പോൾ ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരൊറ്റ ചോദ്യം തന്നേച്ചു പോവാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുക വേണ്ട, വളരെ സിമ്പിളായിട്ട് ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടീമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒരു നല്ല കാര്യം എന്താണ്? ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തുടങ്ങൂ. മാറ്റം നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും.